ആദ്യം നമ്മൾ ഗ്യാസിലേക്ക് ചട്ടി വെക്കുക. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കടുക് ഇടുന്നു. കടുക് ഒന്ന് പൊട്ടി ഏകദേശം വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നു. അത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുന്നു. ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി ഉണ്ട്, അതെല്ലാം കൂടി ഇങ്ങനെ ഇളക്കി നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒന്ന് കറച്ച് നല്ല രീതിയിൽ സെറ്റായി വേണം. എണ്ണ അതിനോടൊന്ന് ചേർന്ന് വേണം. ആവശ്യമായിട്ട് വേണ്ട 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് വേണ്ടത്. കാരണം ചൂരയുടെ തരയുടെ അനുസരിച്ചുള്ള 2 സ്പൂൺ മല്ലിപ്പൊടി. ആവശ്യത്തിനുള്ള മുളക് പൊടി വേണം, അതും ഒരു 2 സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് നമുക്ക് വേണ്ട ഉപ്പാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കുരുമുളക് പൊടിയാണ്, അത് ആവശ്യത്തിന് ചേർക്കുക. ഇരിക്കുന്ന നാടൻ കുടംപുളിയും ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം പുളിവെള്ളവും ആവശ്യത്തിന് പുളിവെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കിയെടുക്കും. അതിലേക്കൊന്ന് ഇടുകയാണ്. തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് മീനൊന്ന് ഇറക്കി ഒന്ന് കൊടുക്കണം. ഇറക്കിയ ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ചാറൊക്കെ ഒന്ന് കോരി ഒഴിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ അതൊന്ന് ഏകദേശം ഒന്ന് വറ്റി വേണം. കാര്യങ്ങൾ ഒഴിച്ച് കൊടുക്കണം. ആ മീനിൻ്റെ മണ്ടയ്ക്ക്, മീനിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തലക്കറി റെഡി ആയിരിക്കുകയാണ്.